ഹായ്. അപ്പോൾ ഇന്ന് ഞാനൊരു സൺഡേ റൈഡാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കയ്യിലൊരു ഡോമിനാറാണ് ഇരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവന് ഫാമിലി ആയിട്ടൊരു സ്ഥലം വരെ പോകേണ്ടതുകൊണ്ട് ഗൂർക്ക വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ പിന്നെ നിഞ്ച വർക്ക്ഷോപ്പിലും കൂടി ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ വേറെ വണ്ടിയില്ല. അപ്പോൾ അവൻ ഡോമിനാർ ഇവിടെ തൽക്കാലം എനിക്ക് യൂസ് ചെയ്യാൻ വെച്ചിട്ട് പോയി. അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ പഴയൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അവൻ 8th സ്റ്റാൻഡേർഡിൽ സ്കൂൾ മാറിപ്പോയതാണ്. അതിന് ശേഷം ഞങ്ങൾ 2024 കാണുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു 2 വർഷമായി കണ്ടിട്ട്. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അവൻ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. ആൾക്ക് ചെറിയൊരു റോയൽ എൻഫീൽഡിൻ്റെ കളക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ഈ നിരത്തി വെച്ചേക്കുന്ന എല്ലാം അവൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിലാകെ ആ BMW വണ്ടിയും പിന്നെ ആ CB300 മാത്രം അവൻ്റെ വേറെ 2 ഫ്രണ്ട്സിൻ്റെ വണ്ടികളാണ്. ബാക്കിയെല്ലാം അവൻ്റെ റോയൽ എൻഫീൽഡ് കളക്ഷനാണ്. ഈ ഇറങ്ങി വന്നവനാണ് ഞാൻ പറഞ്ഞ ആൾ. അവന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മെറ്റ റെക്കോർഡിംഗ് ആണെന്ന്. മെറ്റയുടെ ഒരു ഇഷ്യൂ അതാണ് കേട്ടോ. ഒരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ എപ്പോഴും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് റെക്കോർഡിംഗ് ആണെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വിൻ നോയ്സ് ആണ്. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും. മിക്കവാറും ഞാൻ വേറെ ആക്ഷൻ ക്യാമിലേക്ക് സ്വിച്ച് ചെയ്യാനാണ് ചാൻസ്. കാരണം വിൻ നോയ്സ് ഒരു രക്ഷയില്ല. കാരണം ഒരു 60-70 ആ സ്പീഡിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടാണ് റെക്കോർഡാകുന്നത്. എൻ്റെ കയ്യിലൊരു DJയുടെ ആക്ഷൻ 5 Pro ഉണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഈ ഒരു സെഗ്മെൻറ്റിൽ പക്ഷേ ഏറ്റവും കംഫർട്ടബിൾ ഈ മോട്ടോ വ്ളോഗിങ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ഈ മെറ്റാ ഗ്ലാസ് തന്നെയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വെറുതെ DJയുടെ ആക്ഷൻ ക്യാമ വെറുതെ ഹെൽമെറ്റിലൊന്ന് മൗണ്ട് ചെയ്ത് നോക്കിയായിരുന്നു. രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഈസി ടു യൂസ് എന്ന് പറഞ്ഞത് ഈ ഗ്ലാസ് തന്നെയാണ്. നേരെ എടുത്ത് വെക്കുക, റെക്കോർഡ് ചെയ്യുക, പോവുക. വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറയാൻ വിട്ടു. എൻ്റെ പേര് അൻസൽ എന്നാണ്. പിന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെ CB300 ആണ് ഇന്ന് ഓടിക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഡോമിനാറും. ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടിൻ്റെ, ഒരുപാട് ഫ്രണ്ട്സായി, വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഞങ്ങളൊരു യൂഷ്വൽ ഹാങ് ഔട്ട് സ്പേസാണ്. ഇവൻ അങ്ങോട്ട് അധികം വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷേ ഇവനെ ഇപ്പോൾ മറ്റേ ഫ്രണ്ടിൻ്റെ പേര് ആദർശ് എന്നാണ്. അവൻ കാണുമ്പോഴത്തേക്ക് അവനൊരു സർപ്രൈസ് ആയിരിക്കും. കാരണം ഇവനെ എൻ്റെ ഒപ്പം വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ആദർശിൻ്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ കാണിക്കുന്നില്ല. കാരണം അത് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ല. കായലിൻ്റെ സൈഡിലായിട്ടാണ് കാണുന്നതെല്ലാം. അവനവിടെ തീറ്റ കൊടുത്ത് വളർത്തണതാണ്. അത്യാവശ്യം Z കാറ്റഗറി സെക്യൂരിറ്റിയാണ് ഇവിടെ. ഈ ലൊക്കേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു ഏരിയയാണിത്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. CB300 ഇപ്പം എൻ്റെ കയ്യിലായി. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പോലെ നോക്കാമെന്ന് വിചാരിച്ചു. തിരിച്ച് വന്ന വഴി ഞങ്ങൾ വേറൊരാളെയും കൂടി കണ്ടു. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു. എന്താണെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഹെലികോപ്റ്ററിൽ പിണറായി വിജയൻ വന്നിറങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് ശ്രദ്ധിച്ചൊക്കെയാണ് വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് വല്ല സ്നൈപ്പേഴ്സ് ഇങ്ങോട്ട് എയിം ചെയ്ത് നിൽക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും വിഷ്വലിൽ കിട്ടിയിട്ടുണ്ട് ആളെ. എനിക്ക് കറക്റ്റ് ആ ബ്രിഡ്ജിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ വെച്ചായിരുന്നു ബ്ലോക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ സിവിലിയൻസിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് നേരം പൊരിവെയിലത്ത് നിൽക്കുക എന്നുള്ളതല്ലാണ്ട്, പിന്നെ അത് എത്രയും ബ്ലോക്കൊക്കെ ആയി എന്നുള്ളതാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ തിരിച്ച് ഞങ്ങൾ കണ്ടെയ്നർ റോഡിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു പോർഷെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻസലിന് നേരെ ഇനി ഏലൂർ വന്നോന്നുണ്ട്. അവിടെ ഏലൂർ ഫെറിയുടെ അവിടെ പുതിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിർത്തി CB300ൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് അവൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നേരത്തെ കണ്ട പോർഷെ ഇവിടെ നിന്ന് ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെ ഏലൂർ ഫെറി എത്തി. ഇനിയിപ്പോൾ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് ഇവിടെ കുറേ നേരം നിന്ന് ഫോട്ടോസ് എടുത്ത് ലാസ്റ്റ് ഇരുട്ടായിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് പോയത്.
ഇവിടെ ഡേ ടൈമിലും അടിപൊളി, നൈറ്റ് ടൈം വരുമ്പോൾ ഇതാണ്. ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ നല്ല രസമാണ് കാണാൻ. നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ രീതിയിലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ. പിന്നെ ഞങ്ങൾ അധികം നേരം ഇവിടെ നിന്നില്ല. അവിടെ വണ്ടി ഒന്ന് നല്ലൊരു സ്പോട്ടിൽ വെച്ചിട്ട് പിന്നെ നൈറ്റ് ടൈം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇറങ്ങി അവിടെ നിന്ന്.